നമസ്കാരം. സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്കായി സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. കേരളത്തിൽ സ്വർണ്ണവിലയിൽ വലിയ ഇടിവാണ് ഇന്ന്, അതായത് ഡിസംബർ മാസം 19-ാം തീയതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. വില മുന്നേറും എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ വരെ ഉള്ള പ്രവചനം. അപ്രതീക്ഷിത മാറ്റമാണ് വിപണിയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ പുതിയ നീക്കങ്ങൾ വിപണിയിൽ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. അതേസമയം ഡോളർ വലിയ കരുത്ത് നേടുകയാണ്. ഇന്ത്യൻ രൂപ മൂക്കുകുത്തി വീഴുകയും ചെയ്തു. ആഗോള വിപണിയിൽ സ്വർണ്ണവില വലിയ ഇടിവ് രേഖപ്പെടുത്തിയ ശേഷം നേരിയ മുന്നേറ്റം നടത്തുന്നുണ്ട്. ക്രൂഡ് ഓയിൽ വിലയിൽ മാറ്റം രേഖപ്പെടുത്താതെ നിൽക്കുകയാണ്. അമേരിക്കൻ ഡോളർ റെക്കോർഡ് മുന്നേറ്റം നടത്തിയപ്പോൾ ഇന്ത്യൻ രൂപ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഇടിവ് രേഖപ്പെടുത്തുകയായിരുന്നു. ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിനും വില താഴുകയായിരുന്നു. എന്തായാലും ഇന്നത്തെ സ്വർണ്ണവിലയെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വിശദമായി നോക്കാം. കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് കൊടുക്കേണ്ട വില എന്നത് പറയുന്നത് പവന് 56,560 രൂപയാണ്. ഈ മാസം രേഖപ്പെടുത്തുന്ന ഏറ്റവും കുറഞ്ഞ വിലയാണിതെന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്ന് 520 രൂപയാണ് കുറഞ്ഞിട്ടുള്ളത്. ഗ്രാമിന് 65 രൂപ താഴ്ന്ന 7070 എന്ന നിരക്കിൽ എത്തിയിട്ടുണ്ട്. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 50 രൂപ കുറഞ്ഞ് 5840 രൂപയായിട്ടുണ്ട്. വെള്ളിയുടെ വിലയിലും ഇന്ന് കുറവുണ്ടായിരിക്കുകയാണ്. ഗ്രാമിന് 2 രൂപ കുറഞ്ഞ് 95 രൂപയിൽ എത്തിയിരിക്കുകയാണ്. കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ നിരക്ക് 58,280 രൂപയായിരുന്നു. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് 1720 രൂപയുടെ കുറവാണ് ഉള്ളത്. ആഗോള വിപണിയിൽ സ്വർണം ഔൺസ് $2,600 താഴേക്ക് വീണ ശേഷം അല്പം കയറുകയായിരുന്നു. നിലവിൽ $2,610 ഔൺസ് വില. ബിറ്റ്കോയിൻ വില കഴിഞ്ഞ ദിവസങ്ങളിൽ കുതിച്ചിരുന്നു. എങ്കിലും ഇന്ന് $1,01,169 എന്ന നിരക്കിലാണ് ഉള്ളത്. ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കാൻ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു. 25 ബേസിസ് പോയിന്റ് കുറവ് വരുത്താനാണ് തീരുമാനിച്ചത്. ഇത് നേരത്തെ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ മാറ്റം വിപണിയിൽ ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ അടുത്ത വർഷം പലിശ നിരക്കിൽ അടിക്കടി മാറ്റം ഉണ്ടാകില്ല എന്ന ഹെഡ് റിസർവ് സൂചിപ്പിച്ചതാണ് വിപണിയെ തകിടം മറിക്കാൻ കാരണമായത്. 2025 4 തവണയായി പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് നേരത്തെ നിക്ഷേപകർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ 2 തവണ മാത്രമേ മാറ്റം വരുത്തുകയുള്ളൂ എന്നാണ് പുതിയ വിവരം. ഇതോടെ കമ്പനികൾക്ക് പ്രതീക്ഷിത ലാഭം ഉണ്ടാകില്ല എന്നതാണ് കരുതുന്നത്. എന്നാൽ ഹെഡ് റിസർവിന്റെ തീരുമാനം വന്ന പിന്നാലെ ഡോളർ കരുത്ത് വർദ്ധിപ്പിക്കുകയായിരുന്നു. ഡോളർ സൂചിക 108.09 എന്ന നിരക്കിലെത്തിയിട്ടുണ്ട്. ഏറെ കാലത്തിന് ശേഷമാണ് ഡോളർ സൂചിക ഇത്രയും ഉയർന്ന നിരക്കിലേക്ക് എത്തുന്നത്. ഇതോടെ മറ്റ് കറൻസികളെല്ലാം തന്നെ താഴുകയായിരുന്നു. അവ ഉപയോഗിച്ചുള്ള സ്വർണം വാങ്ങൽ കുറയുകയും ചെയ്തു. ഇന്ത്യൻ രൂപ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവായ 85-ൽ താഴേക്ക് പോവുകയായിരുന്നു. ക്രൂഡ് ഓയിൽ വില ബ്രെന്റ് ഇനം ബാരലിന് $73 നിൽക്കുകയാണ്. വരും ദിവസങ്ങളിൽ വിപണി സ്ഥിരത കൈവരിക്കും എന്നാണ് കരുതുന്നത്.